അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞത്. ഇത് നമ്മുടെ എന്താ പറയുക വാഴക്കൂമ്പാണ്. പിന്നെ വാഴക്കൂമ്പ് തന്നെയാണ്. ഇത് കട്ടി കൂടിയ ഒരു ഭാഗവും ഇത് കട്ടി കുറഞ്ഞ ഭാഗവും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ, അത്യാവശ്യം നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുന്നത് കുനുകുനാന്നല്ല അരിയുന്നത്. ഇതിപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് നമ്മളിത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു മീഡിയം വലിപ്പത്തിൽ രണ്ട് നമ്മുടെ സവോള അത് നമ്മൾ കനം കുറച്ച് ഒരു അല്പം കനം കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് നമ്മുടെ എണ്ണ ആയി തയ്യാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിയും ഈ കൂമ്പ് കൂടെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അതല്ല നമ്മുടെ പരിപാടി. ഇതിന്റെ അകത്തുള്ള കൂമ്പ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ആ പൂവില്ലേ, ചെറിയ ചെറിയ പൂവ്, ആ പൂവ് അങ്ങ് മാറ്റിയിട്ട് അതിന്റെ ആ ഒരു പോള പോലെ വരത്തില്ലേ, അത് മാത്രം നമ്മൾ അരിഞ്ഞെടുത്താൽ മതി. കാരണം പൂ വന്നു കഴിഞ്ഞാണല്ലോ അതിന്റെ ആ ഒരു വലുപ്പത്തിന് വ്യത്യാസം വരും. ഓരോ ഇപ്പൊ പൂ വരുമ്പോൾ ചെറിയ ചെറിയതായിട്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാതെ ഈ അതിന്റെ പോള പോലത്തെ മാത്രം എടുത്ത്. അപ്പൊ അത് തന്നെ ഏറ്റവും അകത്തോട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയും ഇച്ചിരി വെളിയിലോട്ടുള്ളത് ഇച്ചിരി കട്ടിയുള്ള പോളയായിരിക്കില്ല. അപ്പൊ അതും നമ്മൾ രണ്ട് രീതിയിലായിട്ട് എടുത്തു വെക്കുക. എന്നാലേ നമുക്കിത് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിന്റെ അകത്തിട്ടൊന്ന് വറുത്തെടുക്കാതെ. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ നമുക്കിത് പയ്യിട്ട് കൊടുക്കാം. അപ്പം എണ്ണ നല്ല ചൂടാണ്, അപ്പൊ തെറിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി വേണം ഇടാനായിട്ട്. നമ്മൾ ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉള്ളി വറുത്തെടുക്കത്തില്ലേ, നല്ല ഗോൾഡ് ബ്രൗൺ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ആ രീതിയാണ് ആ രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് ഉള്ളി മുഴുവനായിട്ട് തന്നെ അങ്ങ് വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടി നമ്മൾ പിന്നെ നമുക്ക് സമയം കളയണ്ട. സമയം കളയുന്നതല്ലേ ഇതുണ്ടല്ലോ, ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേന് ഇതങ്ങ് ചെറുതാവും ഉള്ളി. പിന്നെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല അടിപൊളിയായിട്ട് ഇത് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലുണ്ടല്ലോ, ഇത് എണ്ണയൊക്കെ വാർന്ന് കഴിക്കുന്നത് ഒന്നും കൂടെ നല്ല കറുമുറന്നാകും സംഭവം. ഉള്ളി എടുത്ത് റെഡിയാക്കി എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ വാഴക്കൂമ്പുണ്ട്, അത് നമുക്ക് രണ്ടായിട്ട് ഇടാം. രണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ് ഭാഗം സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പൊ ഇത് ഒരുപാട് അങ്ങ് തീയിലിട്ട് അങ്ങ് കരിച്ച് കളയണ്ട. മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിം ആണെങ്കിൽ ഇച്ചിരി ടൈം എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് അങ്ങ് ഇതാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ചെറുപുറ സൗണ്ട് വരുന്നത്. അത് കഴിക്കുന്നുണ്ട്. പതുക്കെ റെഡിയാക്കണേ. ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി. അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന നമുക്കൊന്ന് എന്താ പറയുക പറയുന്നത് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ കൂമ്പും നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട്. മറ്റേ ഉള്ളിയേക്കാളും പെട്ടെന്ന് ഈ സംഭവം നല്ലതായിട്ട് മൂത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഇനി അതും നമുക്ക് കോരി മാറ്റിയിട്ട് നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ കൂമ്പ് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അടിപൊളി, നല്ല അടിപൊളിയായിട്ട് സാധനം. എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് കിട്ടാൻ മതി. കാര്യം ഇത് ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്യാനുള്ള സാധനം, അതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ കിട്ടത്. അപ്പം ഇനി നമുക്ക് അടുത്ത നമ്മുടെ സെക്ഷൻ. അപ്പം നമ്മൾ തീരെ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്, ലോ ഫ്ലെയിമില്ല. കാര്യം അല്ലെങ്കിൽ ഇതുണ്ടല്ലോ പെട്ടെന്ന് തീരെ കനം കുറവുണ്ട് ഈ ഇതിൻ്റെ ഈ എന്താ പറയുന്ന വാഴക്കൂട്ടിൻ്റെ ഓരോ ഇതളുകൾ കിട്ടും. അപ്പം അതിന് കരിഞ്ഞു. അപ്പോൾ നമ്മൾ മുഴുവൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി അത് കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക്. അപ്പം ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ അത് വറുക്കുന്നതിനും പിന്നെ നമ്മുടെ കൂമ്പ് ഇതൊക്കെ അരിയുന്നതിനും ഇച്ചിരി സമയം എടുക്കും. ആ സമയം മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. പക്ഷേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തീരാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ട. നമുക്ക് സ്നാക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും അടിപൊളി സാധനമാണ്. അതെ, അപ്പോൾ ഇതൊന്ന് മൂത്തോട്ടെ. അതുകൂടെ മൂക്കട്ടെ. മൂത്തിട്ട് നമുക്ക് ബാക്കി. അപ്പോൾ നമ്മളത് രണ്ടാമത്തെ സെക്ഷൻ നമ്മുടെ കൂമ്പ് എന്താ പറയുന്നത് നന്നായിട്ട് പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതിന് മെയിൻ ഒരു കഥാപാത്രമുണ്ട്. മെയിൻ കഥാപാത്രം കൂമ്പ് തന്നെയാണ്. അടുത്തൊരു മെയിൻ ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരനെ കൂടെ നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മാഗിയാണ്. മാഗിയുടെ നമ്മളൊരു ചെറിയ പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് പൊട്ടിക്കണം.
അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മാഗി നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഇതായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കിട്ട് വാർത്തെടുക്കാം. വലിയ ചീനച്ചട്ടിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചങ്ങിട്ട് വാർത്തെടുക്കാം. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതും അധികം തീ കൂട്ടി വെക്കണ്ട. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് ചടപ്പട നയിക്കുന്നുണ്ട്. ഈ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ച് വെക്കുന്നിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. പെട്ടെന്നാവും കേട്ടോ. മാഗിയൊക്കെ അറിയാലോ 2 മിനിറ്റ് കൊണ്ട് കൂട്ടിയ സാധനം. അടിപൊളിയായിട്ട് അതൊന്ന് മൂത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 എന്താ പറയുന്നത് ഇതുപോലത്തെ മാഗിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല തിങ്ങനെ മാറ്റി വെക്കാം. ശരി. അപ്പോൾ ഈ 2 ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 നമുക്കൊന്ന് വറുത്ത് റെഡിയാക്കി എടുക്കുക. അതോടുകൂടി നമ്മുടെ പരിപാടികൾ ഏകദേശം തീരാറാവും. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് സ്വല്പം കറിവേപ്പില കൊണ്ട് വറുത്ത് വെക്കാം. അപ്പോൾ ഇത് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ മാഗി ഇത് അവസാനത്തെ സംഭവം നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കോരി തണുക്കട്ടെ. ഇനി നമ്മൾ കുറച്ച് കപ്പലണ്ടി, നമ്മുടെ പച്ച കപ്പലണ്ടി കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് വാർത്തെടുക്കാം. അപ്പോൾ ഈ കപ്പലിൻ്റെ എടുക്കുമ്പോൾ സൂക്ഷിച്ചോണം കേട്ടോ. കയ്യിലൊക്കെ നമുക്ക് വെച്ച് എണ്ണ വീഴാൻ സാധ്യത. കഴുകിയ കപ്പലിൻ്റെ ആയതുകൊണ്ട് ചെറിയ പ്രശ്നം പറയുന്നത് ആദ്യം വെച്ച് കൈ നമ്മളൊരു അരിപ്പയ്ക്കകത്തിട്ട് കുറച്ചു നേരം വെച്ച് വെള്ളമൊക്കെ അത്യാവശ്യം തോന്നുന്നു. എന്നാലും ചെറിയൊരു അംശം വരുമല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാണ്. നമുക്ക് കഴിക്കാൻ ചെയ്യും. അപ്പൊ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നത് മൂത്ത് കേട്ടോ. നന്നായി മൂക്കണം കേട്ടോ. മുതൽ കരിഞ്ഞു പോയത് നല്ല കടകാളാൻ പിടിക്കണം. അതുകൂടെ അപ്പോൾ അത് മൂക്കട്ടെ. അപ്പോൾ നമ്മളുണ്ടല്ലോ എല്ലാ സാധനവും വറുത്തെടുത്തു. ഇനി നമുക്ക് അവസാനമായിട്ട് കറിവേപ്പില. അപ്പോൾ അതും കൂടെ ഒന്ന് എണ്ണ നല്ല ചൂടായിട്ട് തണ്ടോടെയാണ് ഇട്ടത്. അപ്പോൾ നമ്മുടെ കറിവേപ്പില മൂത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ പരിപാടിയിലേക്ക് കിടക്കാം. കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതെ, എല്ലാം നമ്മളിതിൻ്റെ അകത്തോട്ട് എടുത്തിട്ടുണ്ട്. നല്ലത് എന്താ പറയുക അടിപൊളി ക്രിസ്പി ആയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളുള്ളത് ഈ ചട്ടിയും എണ്ണയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യും. അല്ലെങ്കിൽ അബദ്ധത്തിൽ അങ്ങനെ തെറിച്ച് കയ്യിലങ്ങനെ വേണ്ടി കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വലിയ കാര്യമായ സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് മഞ്ഞപ്പൊടി വേണം. പിന്നെ ഒരു ശകലം എരിവിന് വേണ്ടി ഇച്ചിരി മുളക് പൊടി. അപ്പോൾ അത് കാശ്മീരി മുളക് പൊടി ആയിരിക്കും നല്ലത്. പിന്നെ നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. നമ്മളൊരു സാധനത്തിന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ഈ മാഗിക്ക് അതിന് ചെറിയൊരു ഉപ്പുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മള് ചേർത്ത ഉപ്പൊന്നും അല്ല, ചെറിയൊരു ഉപ്പുണ്ടല്ലോ, ആ ഒരു ഉപ്പ്. അപ്പൊ അതിനനുസരിച്ച് ഒരുപാട് കൂടി പോകരുത്. അപ്പൊ സംഭവം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ശകലം നമ്മുടെ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മതി, ഇത്ര മതി. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ മാഗി നന്നായിട്ട് പൊടിച്ച് എടുക്കുക. അതെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ കൈയൊക്കെ മുളകിൽ മറ്റേ എന്താ പറയുക നീറുന്നുണ്ടെങ്കിൽ ഗ്ലൗസ് വേണം യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കഴിക്കാനുള്ളതാണ് നമ്മൾ കൈ ചേർത്ത് ചെയ്യുന്നത്. അതെ, ചില ആൾക്കാർക്ക് കൈ വെച്ച് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് നമുക്ക് പോകുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മളെടുക്കുന്ന ഈ വാഴക്കൂമ്പില്ലേ, അത് നല്ല നാരുള്ള വാഴക്കൂമ്പാണ് ഈ കൊത്തി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നത് നല്ലത് കേട്ടോ. നമുക്ക് വലിയ നാരില്ലെങ്കിൽ നമുക്ക് ഒരുപാടൊക്കെ മൂത്ത് പോകാത്ത കൂമ്പുണ്ടല്ലോ, അതാണേ നമുക്ക് നല്ലത്. അപ്പൊ കൂമ്പ് തെരഞ്ഞെടുക്കുമ്പോ അത്രയും സാധനം ശ്രദ്ധിക്കണം. ഈ ഒരുപാട് മൂത്ത് എടുക്കുന്നത് ചില വാഴയുടെ കൂമ്പിനുണ്ടല്ലോ ഭയങ്കര ചില പറയുന്നുള്ള നാരായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അപ്പൊ നമ്മുടെ ഈ കറിവേപ്പിന്റെ തണ്ടൊക്കെ അത് കിടന്നുണ്ട് കേട്ടോ. നമ്മൾ പൊടിച്ചങ്ങ് ഇട്ടാൽ മതി.
അപ്പോൾ അത് അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പരിപാടികൾ കഴിയും. നല്ല ചൂടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ അവസാനം വറുത്തിട്ട സാധനത്തിലൊക്കെ കപ്പലിന്റെ ഒക്കെ നല്ല ചൂടായിട്ട് കപ്പലിന്റെ ഓരോന്ന് കാണിച്ചില്ലായിരുന്നു. കപ്പലിന്റെ എല്ലാവർക്കും വറുത്ത പോലെ അറിയാമല്ലോ. അതിൻ്റെ അകത്ത് ചെറിയ പൊട്ടൽ വരുമ്പോഴത്തേനത് പോരുക. നമ്മുടെ സംഭവം റെഡിയാണ്. വാഴക്കൂമ്പ് മിക്സർ റെഡി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് വൈകുന്നേരം 4 മണി ചായയുടെ ഒക്കെ കൂടെ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് നമ്മുടെ സവോള ഉണ്ടല്ലോ, ഫ്രഷായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇടാന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. എന്തായാലും നമുക്ക് വാഴക്കൊമ്പൊക്കെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. പിള്ളേരൊക്കെ കയറി ഇറങ്ങി തീർത്ത്. അപ്പോൾ നമ്മളിത് ചെയ്യാനൊരു ഇച്ചിരി സമയം എടുത്തു, പക്ഷേ ഇത് നിമിഷം അതിനെ കൊണ്ട് തീർത്ത് കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും അതിൻ്റെ നിർദ്ദേശം കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ നിന്ന് എഴുതുക. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ എഴുതുക. അപ്പം വേറെ വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.